സ്വർണത്തിന് വില കൂടുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട്. എന്നാൽ ആ തിളക്കം കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന ഒടുവിൽ സ്വന്തം ജീവിതം തന്നെ ഇരുട്ടിലാക്കുന്ന ചിലരുമുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലം അഞ്ചലിൽ നടന്ന ഒരു സംഭവം നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാണ്. 1.5 വയസ്സുകാരിയുടെ പാദസരം മോഷ്ടിച്ച ഒരു സ്ത്രീ, അതിന്റെ പേരിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത അവരുടെ ഭർത്താവ്. കേൾക്കുമ്പോൾ വെറും ഒരു വാർത്തയായി തോന്നാം, പക്ഷേ ഇതിന് പിന്നിൽ തകർന്നു പോയ ഒരു കുടുംബമുണ്ട്, അനാഥനായി പോയ ഒരു കുഞ്ഞുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്വർണത്തിന്റെ വിലയെക്കുറിച്ചല്ല, മനുഷ്യന്റെ വിലയെക്കുറിച്ചാണ്. അന്നൊരു സാധാരണ ബസ് യാത്രയായിരുന്നു. ആൾത്തിരക്കിനിടയിൽ തന്റെ കുഞ്ഞിന്റെ കാലിലെ പാദസരം നഷ്ടപ്പെട്ടത് ആ കുഞ്ഞിന്റെ അമ്മ അറിഞ്ഞില്ല. എന്നാൽ സബീന എന്ന സ്ത്രീ അത് കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു. മുൻപും സമാനമായ രീതിയിൽ പിടിക്കപ്പെട്ടിട്ടുള്ള സബീനയ്ക്ക് ഒരു ഫോർമുല ഉണ്ടായിരുന്നു. പിടിക്കപ്പെട്ടാൽ കാല് പിടിച്ച് മാപ്പ് പറയുക, സാധനം തിരിച്ചു നൽകി തടിയൂരുക. പക്ഷേ ഇത്തവണ നിയമം അതിന്റെ വഴിക്ക് നീങ്ങി. മാപ്പ് കൊടുക്കുവാൻ ആ അമ്മ തയ്യാറായില്ല. പോലീസ് എത്തി സബീനയെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇവിടെ സബീന വിചാരിച്ചത് തന്റെ മോഷണം പരാജയപ്പെട്ടു എന്ന് മാത്രമാണ്. എന്നാൽ അത് തന്റെ കുടുംബത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണെന്ന് അവർ അറിഞ്ഞില്ല. സബീനയുടെ ഭർത്താവ് റഫീഖ് 41 വയസ്സ് മാത്രമുള്ള ഒരു സാധാരണ മനുഷ്യൻ. തന്റെ ഭാര്യ ഒരു കള്ളിയാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും അറിഞ്ഞപ്പോൾ ആ മനുഷ്യന് നേരിടേണ്ടി വന്ന മാനഹാനി നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഭാര്യയുടെ വീട്ടിൽ മകനെ കൊണ്ട് ചെന്നാക്കുമ്പോൾ ആ പിതാവിന്റെ മനസ്സിൽ എന്ത് ചിന്തകളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. തിരികെ അദ്ദേഹം വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തുമ്പോൾ ആ 50% പൊള്ളലേറ്റ ശരീരത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ മനസ്സ് വെന്തുരുകിയിട്ടുണ്ടാകണം. ഒടുവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് റഫീഖ് മരണത്തിന് കീഴടങ്ങി. ഒരു ചെറിയ പാദസരം, ഒരല്പം സ്വർണം പകരമായി നൽകേണ്ടി വന്നത് ഒരു മനുഷ്യ ജീവിതമാണ്, കുടുംബ ജീവിതമാണ്, ഒരു കുഞ്ഞിന്റെ ജീവിതമാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു വിചിത്രമായ കാലഘട്ടത്തിലാണ്. കൊറോണയ്ക്ക് ശേഷമുള്ള ലോകം സാമ്പത്തികമായി ഒരുപാട് പേരെ തളർത്തിയിട്ടുണ്ട്. ബാങ്ക് വായ്പകൾ, ഹൗസിംഗ് ലോണുകൾ, പേഴ്സണൽ ലോണുകൾ, പോരാത്തതിന് ദിവസേന കയറുന്ന വിലക്കയറ്റവും. ഇതിനിടയിൽ പിടിച്ചു നിൽക്കുവാൻ പാടുപെടുന്ന ഒരു മിഡിൽ ക്ലാസ് വിഭാഗമുണ്ട്. ഇവരിൽ ഒരാൾ വഴിതെറ്റുമ്പോൾ അല്ലെങ്കിൽ എളുപ്പവഴി തേടുമ്പോൾ അത് ക്രിമിനൽ സ്വഭാവത്തിലേക്ക് മാറുന്നു. കുട്ടികൾ പോലും ലഹരി മാഫിയയുടെ കയ്യിലെത്തുന്നു. പണമുണ്ടാക്കുവാൻ ഏത് മോശം വഴിയും സ്വീകരിക്കാമെന്ന ചിന്താഗതി സമൂഹത്തിന്റെ അധപതനമാണ് കാണിക്കുന്നത്. പക്ഷേ ഈ വഴിയിലൂടെ കിട്ടുന്ന പണം നിങ്ങളുടെ സാധ്യതകൾ തീർത്തേക്കാം. എന്നാൽ നിങ്ങളുടെ സമാധാനവും അന്തസ്സും അത് എന്നേക്കുമായി കവർന്നെടുക്കും. ഈ സംഭവത്തിൽ ഏറ്റവും വലിയ ഇര ആരാണ്? നമ്മളൊന്ന് ചിന്തിച്ചാൽ ആ സബീനയുടെ മകൻ തന്നെയാണ്. അച്ഛൻ മരിച്ചു, അമ്മ ജയിലിലാണ്. കള്ളിയായ അമ്മയുടെ മകൻ എന്ന ലേബൽ ആ കുഞ്ഞിന്റെ മേൽ ഈ സമൂഹം ചാർത്തി കൊടുക്കില്ലേ? ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യത കൊണ്ട് സ്വന്തം കുഞ്ഞിനെ അനാഥമാക്കിയ അമ്മയോട് കാലം മാപ്പ് ചോദിക്കുമോ? സ്വർണത്തേക്കാൾ മൂല്യമുള്ളത് മാന്യമായി ജീവിക്കുന്നതിനാണ് എന്ന് നാം തിരിച്ചറിയണം. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ആവശ്യങ്ങളും കടബാധ്യതകളും നമുക്കെല്ലാവർക്കും കാണും. പക്ഷെ അത് തീർക്കുവാൻ മറ്റുള്ളവന്റെ വിയർപ്പിന്റെ ഫലം മോഷ്ടിക്കരുത്. സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരും പോകും. പക്ഷേ സബീനയെ പോലെയുള്ളവർ ഉണ്ടാക്കുന്ന മുറിവുകൾ ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കും. മനുഷ്യന് വിലയില്ലാത്ത സ്വർണത്തിന് മാത്രം വിലയുള്ള ഈ കാലത്ത് നമുക്ക്